ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് അതുപോലെ തന്നെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഒന്ന് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, രണ്ടാമത്തത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അത് എത്രത്തോളം നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് മനസ്സിലായിട്ടുണ്ടോ അത്രത്തോളം ഈസി ആയിരിക്കും ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും അതുപോലെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും, ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും നമുക്ക് എന്തുണ്ടാക്കാം, ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് SR എന്നുള്ള രണ്ട് ഇൻപുട്ടുകളുണ്ട്. ആ രണ്ട് ഇൻപുട്ട് ഷോർട്ട് ചെയ്യുക വിത്ത് എ നോട്ട് ഗേറ്റ്. ഒരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ട് അത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെയാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ SRൻ്റെ കേസിലാണെങ്കിൽ. ഇനി JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ, JK എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് എടുത്തിട്ട് ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും എന്താണ് കിട്ടുന്നത്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കിട്ടുന്നത്. അപ്പോൾ SR ആവട്ടെ JK ആവട്ടെ, ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകളായാലും ശരി, നമുക്ക് അതിൻ്റെ ഇൻപുട്ടുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ആ ഷോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻവെർട്ടർ അല്ലെങ്കിൽ ഒരു നോട്ട് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരം ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, രണ്ട് ടൈപ്പാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്. രണ്ട് നെയിം ഉണ്ട്. ഒന്ന് ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഡിലേ ടൈമിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിലൊക്കെയാണ് ബിറ്റ്സ് ഹോൾഡ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സാമ്പിളാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഇതിന് ഡി എന്ന് പറയുന്ന ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. കാരണം എന്താ, ബാക്കിയുള്ള ആകെ രണ്ട് ഇൻപുട്ടാണ് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കുള്ളത്. ആ രണ്ട് ഇൻപുട്ട് ഇവിടെ ഷോർട്ട് ചെയ്തിട്ട് ഒറ്റ ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. ഷോർട്ട് ചെയ്യുക മീൻസ് ഇൻവേർട്ടഡ് ആയിട്ടാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് ഇൻപുട്ടും തമ്മിൽ ഇൻവേർട്ടഡ് ആയിട്ട് ഷോർട്ട് ചെയ്ത് ഇവിടെ ഞാൻ കാണിച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡി എന്ന് പറയുന്ന ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഈ ഡി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ 0 കൊടുക്കാം, നമുക്ക് 1 കൊടുക്കാം. 0 കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് 0 തന്നെ കിട്ടുന്നത്. ഡിക്ക് 1 കൊടുത്താൽ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണോ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, ഡി എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ടിന് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ എത്ര സമയം വേണമെങ്കിലും നമ്മൾ ക്ലോക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയം അത്രയും, എത്രത്തോളം സമയമാണോ നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത് ആ ക്ലോക്ക് കൊടുക്കുന്ന സമയം അത്രയും നമുക്ക് ഈ ബിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലാണ് ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡി എന്ന് പറയുന്നത് നമുക്ക് 0 കൊടുത്താൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് 0 കിട്ടുന്നു. 1 കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് 1 കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ക്യൂ ഔട്ട്പുട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 0 കൊടുത്താലും 1 കൊടുത്താലും ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഡി ഇൻപുട്ടിന് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ക്ലോക്ക് എത്രത്തോളം സമയം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം സമയം നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഇവിടെ ചേഞ്ച് ചെയ്തപ്പോൾ ഡി ചേഞ്ച് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഇവിടെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റിന് ഒരു ചേഞ്ച് വരികയുള്ളൂ. ഓക്കെ, ഡി 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, ഡി 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ ആ എത്രത്തോളം ക്ലോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രയും സമയം നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഓരോ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് അനദർ വേരിയൻറ്റ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതൊരു ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അതുപോലെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് എ ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിസിക്കൽ കമ്പ്യൂട്ടർ മെമ്മറി. ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലൊക്കെ മെമ്മറി ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താ, അത് ഒരു 1 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ അത് സ്റ്റോർ ചെയ്യാൻ എന്തിനു സാധിക്കുന്നു, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് സാധിക്കുന്നു. നമ്മൾ എത്ര സമയമാണോ, മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്, എത്ര സമയമാണോ നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത് അത്രയും സമയം
അത്രയും സമയം നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്തേക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണ്, ദ ഔട്ട്പുട്ട് ചേഞ്ചസ് ഓൺലി വെൻ ദി വാല്യൂസ് ഓഫ് ഡി ചേഞ്ചസ്. നമ്മൾ പറഞ്ഞു ഡി എന്നുള്ള ഈ ഇൻപുട്ട് എപ്പോഴാണോ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആ സമയത്താണ് ഇവിടെയുള്ള ഔട്ട്പുട്ടിന് ഒരു ചേഞ്ച് വരുന്നുള്ളൂ. ഡി 0 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഡി ചേഞ്ച് ചെയ്ത് 1 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗമാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ ആയിട്ട് വരുന്നത്. ഡിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടുന്നു, ഡിക്ക് 1 കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്നു. ഈ ഭാഗമാണ് നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. എസ് ആറിൻ്റെയും ജെ കെയുടെയും പോയാൽ തന്നെ നമുക്ക് ഇവിടെ ഡി എന്ന് പറയുന്ന ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. അതുപോലെ ഇത് ക്ലോക്ക് സിഗ്നൽ ക്യൂ ബാർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ. നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും നമുക്ക് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എസ്സും ആറും എടുത്തിട്ട് അത് നോട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു നോട്ട് ഗേറ്റ് എടുത്തിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടി. ഇനി ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ജെ കെ എന്ന് പറയുന്ന ആ ഇൻപുട്ട് എടുത്തിട്ട് ഇതുപോലെ തന്നെ നോട്ട് ചെയ്തിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടി. അപ്പോൾ എസ് ആർ വെച്ചിട്ടും ജെ കെ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്തതാണ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ എസ് കൊടുത്തിരുന്നു, ഇവിടെ നമ്മൾ ആറും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടുന്ന് ക്ലോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എസ്സും ആറും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ഒരു നോട്ട് ഗേറ്റ് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. എസ്സും ആറും ഷോർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു നോട്ട് ഗേറ്റ്, അതിൻ്റെ ഇടയിൽ ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്തത്. ക്ലോക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ എസ് ആറിൽ നിന്ന് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എസ്സും ആറും എടുത്തിട്ട് ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് ഷോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് ഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ടാവും, ക്യൂ ബാർ, ക്ലോക്ക്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. വളരെ സിമ്പിളാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് എ ട്രിഗർ ഓർ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഫ്രം എസ് ആർ ആൻഡ് ഡി ആൻഡ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഏത് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഏത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള എസ് ആർ, ജെ കെ, ഡി, ഇത് 3 ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് എസ് ആർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജെ കെയും ഡിയും ടിയും എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. എന്നിരുന്നാലും സാധാരണ ഗതിയിൽ നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കാറ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഓക്കെ, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് സാധാരണ ഗതിയിൽ നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് എങ്ങനെയാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യാം എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്തതിനെക്കാട്ടും സിമ്പിളാണ്. ഇവിടെ നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ജെ കെ എന്ന് പറയുന്ന ഇൻപുട്ട് ഷോർട്ട് ചെയ്തിട്ട് നോട്ട് ഗേറ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഷോർട്ട് ചെയ്തത്. അപ്പോഴായിരുന്നു നമുക്ക് ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് കിട്ടിയിരുന്നത്. എങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത് ജെ കെ ഇൻപുട്ട് ജസ്റ്റ് ഷോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് എന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിളാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലുള്ള ജെ കെ എന്ന് പറയുന്ന ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി എന്ന് പറയുന്ന ഒറ്റ ഇൻപുട്ടാണ് പിന്നീട് നമുക്ക് ഉണ്ടാവുന്നത്. അതിനെയാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇവിടെ ടി എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട്. അതിന് 0 കൊടുക്കുമ്പോൾ ടി 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യൂ ആണ്. പ്രീവിയസ് ആയിട്ട് എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നോ ചേഞ്ച് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ത്, നോ ചേഞ്ച് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന് മുന്നേ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് എന്താണോ, പാസ്റ്റ് ഔട്ട്പുട്ട് എന്താണോ, അത് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതായത് നോ ചേഞ്ച് ആണ് എന്ന് പറയാം നമുക്ക്. ഇനി ടി എന്നുള്ളതിന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ
ടി എന്നുള്ളതിന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? QN ബാർ ആയിരിക്കും. QN ബാർ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ട് എന്താണോ ഉണ്ടായിരുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 0 ആണ് എങ്കിൽ നമുക്ക് 1 കിട്ടുന്നു. ആദ്യം പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 1 ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടുന്നു. അതായത് QN എന്തായിരുന്നോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക്, അതായത് ടോഗിൾ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് QN ബാർ എന്തായിരുന്നു? ഇവിടെ 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്നു. ഇവിടെ മുന്നേ 1 ആയിരുന്നു എങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് QN ബാർ എന്ന് പറയുന്നത്. 0 ആണ് എങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 0 ആണ് എങ്കിൽ T = 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 1 ആണ് എങ്കിൽ T = 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുന്നു. അതുകൊണ്ടാണ് ഇത് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. 1 കൊടുക്കുമ്പോൾ 0 കിട്ടുന്നതിന് ടോഗിൾ ആണ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്നുകൂടി പറയാം. ടിക്ക് നമ്മൾ 0 കൊടുക്കുന്നതാണെങ്കിൽ T = 0 ആണ് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 0 ആയാലും 1 ആയാലും ഇത് 2 കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്? നോ ചേഞ്ച് ആണ്. അതായത് 0 ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് 0 കിട്ടും. 1 ആണ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് 1 കിട്ടും. അതായത് പ്രീവിയസ് ആയിട്ട് എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കും നമുക്ക് അടുത്ത QN+1 ഔട്ട്പുട്ടായിട്ടും കിട്ടുന്നത്. അതായത് ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നില്ല, നോ ചേഞ്ച് ആണ് എന്ന് നമുക്ക് പറയാം. എപ്പോൾ? T = 0 ആണ് എങ്കിൽ. ഇനി T = 1 കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ കണ്ടീഷൻ, T = 1 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 0 ആണ് എങ്കിൽ നമുക്ക് അടുത്ത ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്? 1 ആയിരിക്കും. ഇനി പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 1 ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോഗിൾ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഔട്ട്പുട്ടിൽ നിന്ന് ടോഗിൾ ചെയ്തിട്ട്, അതായത് 0 ആണെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 ആണെങ്കിൽ നമുക്ക് അടുത്ത ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. അങ്ങനെ ടോഗിൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രൂത്ത് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ടിക്ക് നമുക്ക് 0 കൊടുക്കുന്ന സമയത്ത് QN പാസ്റ്റ് ഔട്ട്പുട്ടിന് പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആയിട്ട് കൊടുത്താലും നമുക്ക് പ്രസൻ്റ് ആയിട്ട് 0 കിട്ടുന്നു. ഇനി ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് പാസ്റ്റ് ഔട്ട്പുട്ട് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. അതായത് ടിക്ക് 0 കൊടുക്കുന്ന ഈ 2 സമയത്തും നമുക്ക് ഇവിടെ ചേഞ്ച് വരുന്നില്ല. ഈ പാസ്റ്റ് ഔട്ട്പുട്ടിൽ നിന്ന് പ്രസൻറ്റ് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ടിൽ നിന്ന് നെക്സ്റ്റ് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല ടിക്ക് 0 കൊടുക്കുമ്പോൾ. അതേ സമയത്ത് ടിക്ക് 1 കൊടുക്കുന്ന സമയത്തോ 2 കണ്ടീഷൻ. ടിക്ക് 1 കൊടുക്കുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 0 ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു ടോഗിളാണ് സംഭവിക്കുന്നത്. 0 ഉള്ള ഔട്ട്പുട്ട് 1 ആയിട്ട് മാറുന്നു. ഇനി ടിക്ക് 1 കൊടുക്കുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 1 ആണ് എങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഇവിടെയും ടോഗിളാണ് സംഭവിക്കുന്നത്. 1 ആകുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെ ടോഗിൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിൻ്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്കറിയാവുന്നതാണ്. ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മാറ്റമുള്ളത് J എന്ന് പറയുന്ന ഈ ഇൻപുട്ടും K എന്ന് പറയുന്ന ഇൻപുട്ട് കൂടി ഷോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് T എന്ന് പറയുന്ന ഒരു കോമൺ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇത്രയും ചെയ്ത് ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ലഭിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പും ടി ഫ്ലിപ്പ് ഫ്ലോപ്പും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ തമ്മിലുള്ള മാറ്റം എന്നുള്ളതും അതുപോലെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ട്രൂത്ത് ടേബിൾ പരസ്പരം മാറിപ്പോവാതെയും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇത്രയുമാണ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്.